ഹലോ, എല്ലാവർക്കും ഷുഗർബിസ്സിലേക്ക് സ്വാഗതം. കുറേ പേര് ആവശ്യപ്പെട്ട ഡോണട്ട്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ എങ്ങനെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാമെന്നും കൂടി കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കരുത്, ഈസ്റ്റ് നശിച്ചു പോവും. പിന്നെ ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ നോർമൽ പഞ്ചസാര, പിന്നെ 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കിട്ടില്ലെങ്കിൽ ഉരുണ്ട മണി പോലത്തെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും മാർക്കറ്റിൽ കിട്ടും. അതായാലും ഇതുപോലെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും എലൈറ്റിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്യാറ്. പിന്നെ ചേർക്കേണ്ടത് 1/4 സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറുമാണ്. ബട്ടറിന് പകരം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലായാലും ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ചേർക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയ്ക്ക് പകരം 3-4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പക്ഷെ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന ഡോണട്ട്സിനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എന്നിട്ട് എല്ലായിടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 10 മിനിറ്റ് മുമ്പേ മിക്സ് ചെയ്ത് വെച്ച് ഈസ്റ്റ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നല്ല ബ്രാൻഡ് തന്നെ, നല്ല ക്വാളിറ്റിയുടെ വാങ്ങിച്ച് യൂസ് ചെയ്യുക. പിന്നെ സ്റ്റോറേജ് എന്ന് വെച്ചാൽ അതൊരു ചെറിയ എയർ ടൈറ്റ് ബോട്ടിൽസിലിട്ടിട്ട് ഫ്രീസറിൽ എത്ര മാസം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. പിന്നെ മൈദ കുഴയ്ക്കുമ്പോൾ നമ്മൾ എടുക്കണ പാലോ വെള്ളമോ ലൂക്ക് വാമായിരിക്കണം, എന്ന് വെച്ചാൽ ഇളം ചൂടുവെള്ളമായിരിക്കണം. എന്നാലാണ്, ചൂടില്ലെങ്കിൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. ചൂട് കൂടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നശിച്ചും പോവും. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഡ്രൈ ഈസ്റ്റിൻ്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഇതുപോലെ പാലിലിട്ട് കൊടുക്കാതെ ഡയറക്റ്റ് മൈദയിൽ തന്നെ ഇട്ട് കൊടുത്ത് കുഴയ്ക്കാം. പക്ഷേ ഡ്രൈ ഈസ്റ്റ് അത് പറ്റില്ല. ഇപ്പം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ പ്രോസസ്സിൽ 10 മിനിറ്റ് മുമ്പേ പാലിൽ, ഇളം ചൂടുള്ള പാലിൽ മിക്സ് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് കുഴച്ച് എടുക്കണം. കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ട് കുഴച്ചാലാണ് അത് നല്ലപോലെ സോഫ്റ്റായി വരിക. ഈ ബേസിക് ഡോ നമുക്ക് തലേദിവസം തന്നെ ഉണ്ടാക്കി ക്ലിംഗ് റാപ്പ് ചെയ്തോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഇത് പുറത്ത് വെച്ചാൽ മതി. അതിന് ശേഷം ഓയിലൊന്ന് മേലെ തടവി കൊടുത്ത് ക്ലിംഗ് റാപ്പ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഹോം ബേക്കേഴ്സിന് ഇത് നല്ലൊരു ആശ്വാസമാണ്, കേക്കിൻ്റെ കൂടെ ഡോണട്ട്സിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ. ഞാൻ തലേ ദിവസം ഇത് നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാനെടുത്ത് പുറത്ത് വെച്ചതാണ്. അരമണിക്കൂർ മുമ്പേ എടുത്ത് പുറത്ത് വെച്ചു. അതിന് ശേഷം നമുക്ക് ക്ലിംഗ് റാപ്പ് മാറ്റിയിട്ട് നന്നായി പ്രൂഫായി വന്നിട്ടുണ്ട്. അതിൻ്റെ എയർ ബബിൾസ് കളഞ്ഞെടുക്കണം. എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയണം. പിന്നെ അന്ന് ചെയ്യണേലും കുറച്ചും കൂടി എഫക്റ്റീവാണ് തലേ ദിവസം ചെയ്ത് വെച്ചാൽ. നന്നായിട്ട് പൊങ്ങി വരും, നന്നായിട്ട് സോഫ്റ്റും ആവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഞാൻ പിന്നെ ബട്ടറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കത് റോൾ ചെയ്തെടുക്കണം. ആദ്യം തന്നെ അത് കുറച്ച് വലുതാണല്ലോ, അപ്പോൾ അത് 2 പാർട്ടാക്കിയിട്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ മൈദ വളരെ കുറവ് ഡസ്റ്റ് ചെയ്ത് പരത്തിയെടുക്കണം. കാരണം നമ്മളിത് കട്ടർ വെച്ച് കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ബാക്കി വരുന്നത് വീണ്ടും നമുക്ക് റോൾ ചെയ്ത് വീണ്ടും ഇതുപോലെ പരത്തി ഡോണട്ട്സ് ആക്കാം. ഇത്രയും തിക്നെസ്സിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു കുക്കി കട്ടറാണ് എടുത്തേക്കണത്. പിന്നെ ഒരു നോസിൽ എടുത്തിട്ടുണ്ട് മിഡിലിൽ കട്ട് ചെയ്യാൻ. നിങ്ങളുടെ കയ്യിൽ അത് ഇല്ലെങ്കിൽ വലിയ കുപ്പിയുടെ അടപ്പോ പിന്നെ മരുന്ന് ബോട്ടിലുണ്ടാവുമല്ലോ അതിൻ്റെ അടപ്പോ വെച്ച് മിഡിലിൽ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ മിഡിലിൽ നോക്കി കട്ട് ചെയ്ത് എടുക്കാം, ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കണം. എവിടെയെങ്കിലും എന്താ പറയുക കയറി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ബാക്കി വന്നതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്.
അത് ഇതുപോലെ തിക്നെസ്സിൽ പരത്തി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഡോണട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയുടെ ചൂട് കൂടരുത്, ഡോണട്ട്സ് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഓരോ ഡോണട്ട്സായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഡോണട്ട്സൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് നീണ്ടു പോവും. ഇതുപോലെ അത് കുറച്ച് നേരം ഞാൻ ഹോൾഡ് ചെയ്തു, അപ്പോൾ കുറച്ച് നീണ്ടു പോയി. വീട്ടിലേക്ക് ചെയ്യുമ്പോൾ ഷേപ്പൊന്നും മാറിയാലും വിഷയമൊന്നുമില്ല. പക്ഷേ പുറത്ത് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്കും ഭംഗിക്കും കൊടുക്കണമല്ലോ. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ തന്നെ മാക്സിമം നോക്കുക. 20 സെക്കൻഡ് ഒരു സൈഡിൽ ഫ്രൈ ചെയ്ത ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. 2 or 3 പ്രാവശ്യം തിരിച്ച് മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്ലെയിം ശ്രദ്ധിക്കണം. ഫ്ലെയിം മീഡിയം ടു ലോയിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഡോണട്ട്സൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം 2 സൈഡും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്ത് മാറ്റാം. നല്ല അടിപൊളി ഡോണട്ട്സ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഡോണട്ട്സും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി 200 gram വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റിന് പകരം 100 gram ഡാർക്കും 50 gram വൈറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്ത് എടുക്കണം. രണ്ടും 30 സെക്കൻഡ് വെച്ചിട്ട് മൈക്രോവേവ് ചെയ്ത ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടി മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മേലെ ഈ നമ്മളെ ചോക്ലേറ്റ് ബൗൾ വെച്ച് കൊടുക്കണം. നമ്മൾ താഴെ വെച്ചിരിക്കുന്ന തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാൻ ചോക്ലേറ്റ് ബൗളിനേലും ചെറുതായിരിക്കണം. ഇല്ലെങ്കിൽ ആവി ചോക്ലേറ്റിൽ തട്ടിയിട്ട് പെട്ടെന്ന് അത് കട്ട പിടിക്കും, ശരിയായി വരില്ല. ബൗള് നന്നായി ചൂടായ ശേഷം താഴത്തെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ തന്നെ അത് പുറത്തേക്ക് എടുത്ത് വെച്ച് നന്നായിട്ടൊരു 3 to 4 minutes മിക്സ് ചെയ്തെടുക്കണം. ചോക്ലേറ്റൊക്കെ നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോണട്ട്സ് ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ ഈ സ്റ്റീലിൻ്റെ വയർ റാക്കിൽ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്താ പറയുക, ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. എന്നാലും ആ ചോക്ലേറ്റ് ലെവലായി വരുള്ളൂ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എല്ലാ സൈഡും ചോക്ലേറ്റ് ആവുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അതിന് ശേഷം നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൽ ഒരെണ്ണം ഡിപ്പ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഡോണട്ട് ഇട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് തട്ടി കൊടുക്കുകയാണ്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പിന്ന് വെച്ച് കുത്തി കൊടുത്ത് വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വേറെ കളേഴ്സിലും ചെയ്തെടുക്കാം. ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഹാഫ് പോർഷൻ വേറെ ബൗളിലേക്ക് ആക്കിയിട്ട് പിങ്ക് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കളേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് ചൂട് മാറിയ ശേഷം വേണം കളർ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക പിരിഞ്ഞ പോലെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഡോണട്ട് ഇട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് റാക്കിൽ വെച്ച് കൊടുക്കണം. നമുക്ക് വേറെ കളർ ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലായിടവും മിക്സായ ശേഷം നമുക്ക് ഡോണട്ട് ഇട്ട് കൊടുക്കാം. ഡോണട്ട് ഇതുപോലെ ഇട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിരിച്ച് കൊടുത്ത ശേഷം ഒന്ന് നോക്കാം. ഇനി ചോക്ലേറ്റ് ആവാത്തടത്ത് ഒന്നും കൂടി ഡിപ്പ് ചെയ്ത് ഇതുപോലെ തട്ടി കൊടുക്കുക. എന്നിട്ട് റാക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈസിയാണ് ചോക്ലേറ്റ് ഡെക്കറേഷൻ. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ചോക്ലേറ്റൊക്കെ പെട്ടെന്ന് സെറ്റായി കിട്ടും. അതിന് ശേഷം ഞാനൊരു ഡോണട്ട് എടുത്ത് വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാണ്. വൈറ്റ് ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് ഒരു ഹാഫ് പോർഷനിൽ. ഇനി അതെല്ലാം ഇരുന്നൊന്ന് സെറ്റാവട്ടെ. ബാക്കി വന്ന യെല്ലോ ചോക്ലേറ്റിലേക്ക് 2 ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത്
മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കൊരു കാറ്റർപില്ലർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ഡോണട്ട് എടുത്ത് 3 ഈക്വൽ പാർട്സിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 3 പാർട്ടാക്കുക. അതിന് ശേഷം ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇതുപോലെ ജോയിൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് ഗ്രീൻ കളറിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. ഇതെല്ലായിടും കോട്ടായി വരുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അതെടുത്ത് ബാക്കി ഒരു പാർട്ടും കൂടിയും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. മുമ്പ് ചെയ്ത പോലെ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് 2 സൈഡിലും ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് വയർ റാക്കിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് മേലെ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാ സൈഡിലും ഇതുപോലെ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുക. സൈഡിലെല്ലാം ആവാത്തടുത്ത് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ ഷേപ്പ് ഇല്ല. ഇനി ടാപ്പ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് എക്സസ് ഉള്ള ചോക്ലേറ്റ് എല്ലാം താഴേക്ക് ഡ്രിപ്പായിട്ട് നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഗ്ലോസി ഇഫക്റ്റും കിട്ടും. ഞാൻ കുറച്ച് റെഡ് കളർ ഫോണ്ടൻ്റ് എടുത്ത് ബോളാക്കിയിട്ട് ടൂത്ത് പിക്കിൽ വെച്ച് കാറ്റർപില്ലറിൻ്റെ തല ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേൾ ബീഡ്സ് കൊണ്ട് കണ്ണും കൊമ്പും വെച്ച് കൊടുത്തു. എന്നിട്ട് ബോഡിയിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. ഫോണ്ടന്റിന് പകരം ഡോണട്ട് കട്ട് ചെയ്തപ്പോൾ നോസിലോണ്ട് കട്ട് ചെയ്ത മാറ്റിയ ഭാഗം ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്ത് റെഡ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ കാറ്റർപില്ലർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡോണട്ട് ഔളിൻ്റെ ഫേസ് പോലെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കണ്ണിൻ്റെ ഭാഗം പിങ്ക് കളർ ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് എടുക്കാം. എന്നിട്ട് അത് കുറച്ച് നേരം ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. സെറ്റായ ശേഷം നമുക്കതൊക്കെ ഡോണട്ട്സിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡോണട്ട്സിൽ കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കാം. ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ചെയ്തെടുക്കുക. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവാൻ ഗോൾഡൻ ബീഡ്സോ പേൾസോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് മനസ്സിലായില്ലേ? കുട്ടികൾക്ക് നോർമൽ ഡിസൈൻ ഡോണട്ട്സിനേലും ഇഷ്ടപ്പെടും കാർട്ടൂൺ ഡോണട്ട്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.